നമസ്കാരം. നമ്മൾക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും എന്ന് തന്നെ പറയാം, സ്വന്തമായ ഒരു വീടുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സ്വപ്നമാണല്ലേ. ചെറുതാണെങ്കിൽ കൂടി ഒരു വീട് സ്വന്തമായാലും നമുക്ക് ജീവിതത്തിൽ പകുതി ആശ്വാസമാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ വലിയ ആഗ്രഹത്തോടെയും സ്വപ്നത്തോടെയും പണിതുയർത്തിയ സ്വന്തം വീട്. പക്ഷെ ആ വീട്ടിലേക്ക് കയറി താമസിച്ചതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, എന്തോ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു മനസ്സമാധാനമില്ല, പഴയ വാടക വീട്ടിലായിരുന്നപ്പോൾ ഇതിലും സമാധാനമുണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എത്ര അധ്വാനിച്ചാലും പണം കയ്യിൽ നിൽക്കുന്നില്ല, യാതൊരു കാരണവുമില്ലാതെ വീട്ടിലുള്ളവർ തമ്മിൽ എപ്പോഴും വഴക്കുകളും തർക്കങ്ങളും, അല്ലെങ്കിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ. പുതിയൊരു വീട് പണിത് കഴിയുമ്പോൾ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയൊരു സങ്കടമാണിത്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കും അല്ലേ, വീട്ടിൽ വല്ല നെഗറ്റീവ് ഊർജ്ജം ഉണ്ടോ, അതോ ആരോടും പറയാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും ദോഷമാണോ എന്നൊക്കെ. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും, നമ്മൾ പുതിയ വീടെടുത്ത് താമസിച്ചപ്പോൾ ആരുടെയെങ്കിലും കണ്ണു കൊണ്ടതാണോ, അങ്ങനെയൊക്കെ പഴമക്കാർ പറയും. എന്നാൽ നിങ്ങൾ കേട്ടോ, നിങ്ങളുടെ വീട് പൊളിക്കാനോ ലക്ഷങ്ങൾ മുടക്കി വലിയ പൂജകൾ ചെയ്യാനോ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. കാരണം ഒരു വീടിൻ്റെ പ്രവേശനം അഥവാ പ്രധാന വാതിലാണ് ആ വീട്ടിലേക്ക് ഐശ്വര്യവും ദാരിദ്ര്യവും കടന്നു വരുന്ന പ്രധാന വഴി. നമ്മൾ അറിയാതെ പ്രധാന വാതിലിൽ വരുത്തുന്ന ചെറിയ ചില തെറ്റുകളാണ് നമ്മുടെ സമാധാനം കെടുത്തുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തന്നെ പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളും, ഇനി വാതിൽ തെറ്റായ ദിശയിലാണ് പണിതതെങ്കിൽ അത് പൊളിക്കാതെ തന്നെ വീട്ടിൽ സന്തോഷം കൊണ്ടുവരാവുന്ന എളിയ പരിഹാരങ്ങളും. വാസ്തുശാസ്ത്രപ്രകാരം വീടിൻ്റെ പ്രധാന വാതിലിനെ സിംഹദ്വാരം എന്നാണ് വിളിക്കുന്നത്. പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് ഈ വാതിലിലൂടെയാണ്. മറ്റു വാതിലുകളേക്കാൾ വലിപ്പത്തിലും ഭംഗിയിലും മുന്നിൽ നിൽക്കേണ്ടത് പ്രധാന വാതിൽ തന്നെയാണ്. പ്രധാന വാതിൽ എപ്പോഴും വൃത്തിയായും പ്രകാശപൂർണമായും സൂക്ഷിച്ചാൽ മാത്രമേ പോസിറ്റീവ് തരംഗങ്ങൾ വീടിനുള്ളിലേക്ക് കടന്നു വരൂ. എന്നാൽ ഈ വാതിലിന് നേരെ നമ്മൾ വയ്ക്കുന്ന ചില സാധനങ്ങളും നമ്മൾ നടത്തുന്ന ചില അശ്രദ്ധകളും നല്ല ഊർജത്തെ തടയുകയും നെഗറ്റീവ് ഊർജത്തെ ഉള്ളിലേക്ക് തള്ളിയിടുകയും ചെയ്യും. നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ പ്രധാന വാതിലാണ് തുറന്നിടുന്നത് അല്ലേ. കാരണം നമ്മുടെ വീട്ടിലേക്ക് സൂര്യപ്രകാശവും അതുപോലെ തന്നെ പോസിറ്റീവ് എനർജികളൊക്കെ വരാൻ വേണ്ടി. അതൊരു ഐശ്വര്യം എന്ന് പറയും നമ്മൾ അല്ലേ. ഒന്നാമത് തന്നെ നമ്മൾ പറയുമ്പോൾ വാതിലിന് നേരെ ചെരുപ്പ് റാക്ക്, അതായത് ഷൂ റാക്കൊക്കെ നമ്മൾ വെക്കും. അതുപോലെ അഴുക്കുകളും നമ്മളിൽ പലരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണിത്. പുറത്തു നിന്ന് വരുമ്പോൾ ചെരുപ്പുകൾ പ്രധാന വാതിലിന് തൊട്ടു മുന്നിൽ അലക്ഷ്യമായി ഊരിയിടുക, അല്ലെങ്കിൽ ചെരുപ്പ് റാക്ക് വാതിലിന് അഭിമുഖമായി വയ്ക്കുക. അഴുക്കും ദുർഗന്ധവും നിറഞ്ഞ ചെരുപ്പുകൾ വാതിലിന് മുന്നിൽ വയ്ക്കുന്നത് വീട്ടിലെ ഐശ്വര്യം കെടുത്തും. വീടിൻ്റെ മുന്നിലോ ഉമ്മറത്തോ വാതിലിൻ്റെ പുറകിലോ കേടായ പഴയ സാധനങ്ങൾ, ഉണങ്ങിയ ചെടികൾ, അല്ലെങ്കിൽ വീട് അടിച്ചു വാരുന്ന ചൂൽ എന്നിവ വയ്ക്കാൻ പാടുള്ളതേയല്ല. പ്രധാന വാതിലിൻ്റെ മറവിൽ ചൂൽ വയ്ക്കുന്നത് വീട്ടിലേക്ക് നെഗറ്റീവ് ഊർജത്തെ ആകർഷിക്കും. വാതിലിന് നേരെ വലിയ കണ്ണാടി, വീടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ തന്നെ കാണുന്ന രീതിയിൽ ഉള്ളിൽ വലിയ കണ്ണാടി വയ്ക്കുന്നത് വാസ്തുപ്രകാരം വലിയ ദോഷമാണ്. കാരണം വീട്ടിലേക്ക് കടന്നു വരുന്ന പോസിറ്റീവ് ഊർജത്തെ കണ്ണാടി പ്രതിഫലിപ്പിച്ച് പുറത്തേക്ക് തന്നെ തള്ളിവിടുന്നു. വാതിൽ പടിയിൽ കാല് വെച്ച് ചവിട്ടുന്നതും അശുദ്ധിയാക്കുന്നതും ഒഴിവാക്കണം. അതുപോലെ വീടിൻ്റെ പ്രധാന വാതിൽ തുറക്കുമ്പോഴോ അടയ്ക്കുമ്പോഴോ കിച്ച് കിച്ച് എന്നുള്ളൊരു സൗണ്ട്, അരോചകമായ ശബ്ദമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഉടൻ എണ്ണയിട്ട് പരിഹരിക്കുക. ഇത്തരം ശബ്ദങ്ങൾ വീട്ടിൽ അനാവശ്യ വഴക്കുകൾ ഉണ്ടാക്കും. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളിൽ പലരും പെട്ടെന്ന് വിഷമിക്കുന്നുണ്ടാവും. അയ്യോ, എൻ്റെ വീടിൻ്റെ പ്രധാന വാതിൽ തെറ്റായ ദിശയിലാണല്ലോ, അല്ലെങ്കിൽ വാതിലിന് നേരെയാണല്ലോ കോണിപ്പടി വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇത്രയും കഷ്ടപ്പെട്ട് പണിത വീടിനി പൊളിച്ചു മാറ്റണോ? അതിനുള്ള പണം എൻ്റെ കയ്യിലില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. വീട് പൊളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റാതാവുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവുമല്ലോ. നമ്മുടെ പഴമക്കാരും വാസ്തുശാസ്ത്രവും പറയുന്നത് വീട് പൊളിക്കാതെ തന്നെ ഇത്തരം ദോഷങ്ങളെ നിർവീര്യമാക്കാൻ ലളിതമായ ചില എളിയ പരിഹാരങ്ങൾ ഉണ്ടെന്നാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ ഏത് ദിശയിലേക്കാണ് അഭിമുഖമായി വരുന്നത് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. വാസ്തുശാസ്ത്രപ്രകാരം പ്രധാന വാതിൽ വയ്ക്കാൻ ഏറ്റവും ഉത്തമമായ 3 ദിശകളാണുള്ളത്. ഒന്ന് വടക്ക് ദിശ. കുബേരൻ്റെ ദിശയായിട്ടാണ് വടക്ക് കണക്കാക്കപ്പെടുന്നത്. ഈ ദിശയിലേക്ക് വാതിൽ വരുന്നത് ധനസമൃദ്ധിയും സാമ്പത്തിക വളർച്ചയും നൽകും. രണ്ടാമത്തേത് കിഴക്ക് ദിശ. സൂര്യൻ്റെ ദിശയായ കിഴക്ക് ഭാഗത്തേക്ക് വാതിൽ വരുന്നത് വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജവും കുടുംബാംഗങ്ങൾക്ക് നല്ല ആരോഗ്യവും പ്രശസ്തിയും നൽകും. മൂന്നാമത്തേത് വടക്ക് കിഴക്ക് ദിശ.
അല്ലെങ്കിൽ ഈശാന കോൺ എന്ന് പറയും. ദൈവിക സാന്നിധ്യമുള്ള ദിശയാണിത്. ഇവിടെ പ്രധാന വാതിൽ വരുന്നത് കുടുംബത്തിൽ എപ്പോഴും സമാധാനവും സന്തോഷവും സന്തോഷകരമായ അന്തരീക്ഷവും നിലനിർത്തും. ഇതിനു പുറമെ പടിഞ്ഞാറ് ദിശയും ചില ജാതകക്കാർക്ക് അനുയോജ്യമാണെന്ന് പറയാറുണ്ട്. എന്നാൽ തെക്ക് പടിഞ്ഞാറ് ദിശകളിലാണ് വാതിലെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന പരിഹാരങ്ങൾ അങ്ങനെയുള്ളപ്പോഴാണ് ചെയ്യേണ്ടത്. ഒരു ഇരുമ്പാണിയോ അല്ലെങ്കിൽ പഞ്ചലോഹ കഷ്ണമോ വാതിലിൻ്റെ പടിയിലോ അടിയിലോ ഒരു ചെറിയ ചെമ്പാണിയോ പഞ്ചലോഹ കഷ്ണമോ തറച്ചു വയ്ക്കുന്നത് ദിശാദോഷങ്ങളെ മാറ്റും. ചെറിയ ചുവന്ന തുണിയിൽ അല്പം കല്ലുപ്പും പച്ചപ്പയറും ചെറുപയറോ അങ്ങനെ എന്തെങ്കിലും കെട്ടി പ്രധാന വാതിലിന് മുകളിൽ തൂക്കിയിടുക. ഇത് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുക്കും. നമ്മളൊരു ചെറിയ കിഴിയാക്കിയിട്ട് ആ വീടിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഒട്ടിച്ചിട്ടോ അല്ല ചെറുതായിട്ടൊന്ന് കെട്ടി തൂക്കിയിടുകയോ ചെയ്താൽ തന്നെ നെഗറ്റീവ് ഊർജ്ജത്തെ പുറത്താക്കാൻ പറ്റും. വിശ്വസിക്കുന്നവരാണെങ്കിൽ വാതിലിന് മുകളിൽ ഓം അല്ലെങ്കിൽ ഇതുപോലെ മറ്റുള്ള ഇതിലാണെങ്കിലും എന്തെങ്കിലും അവരുടെ മന്ത്രങ്ങളോ എന്തെങ്കിലും ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ സ്വാസ്തിക ചിഹ്നങ്ങൾ പതിപ്പിക്കുക. വൈകുന്നേരങ്ങൾ വാതിലിന് ഇരുവശവും വെളിച്ചം എന്തെങ്കിലും ഒരു വിളക്കോ ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ നമ്മളെപ്പോഴും പുറത്തുനിന്ന് അകത്തോട്ട് കയറുമ്പോൾ എപ്പോഴും വലത് കാൽ മുൻപിൽ വെച്ച് പ്രവേശിക്കുന്ന ശീലം ഉണ്ടാക്കുക. എല്ലാം നമ്മളെ വിശ്വാസം തന്നെയാണല്ലേ. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കും, അയ്യോ നമ്മളെ പുതിയൊരു വീടെടുത്ത് നമ്മളെ പെട്ടെന്ന് ചിന്തിക്കുന്ന അയ്യോ ഈ വീടിൻ്റെ ദോഷമാണോ. അതുപോലെ നമ്മൾ വാടക വീട്ടിൽ പോയാലും നമ്മൾ ചിന്തിക്കും ഈ വീടിന് എന്തെങ്കിലും ദോഷമുള്ളത് കൊണ്ടാണോ, ഈ വീട്ടിലേക്ക് മാറിയപ്പോൾ മുതൽ നമുക്ക് കടങ്ങളാണല്ലോ, അല്ലേ എപ്പോഴും ഈ വീടെടുത്തതിന് ശേഷം എപ്പോഴും അസുഖങ്ങൾ കുട്ടികൾക്ക് വരുന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാസ്തുവും ദിശകളും പ്രധാന വാതിലുമൊക്കെ നമ്മൾ കൃത്യമായി പാലിച്ചാലും ആ വീട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ സ്നേഹവും സമാധാനവും ഇല്ലെങ്കിൽ ഒരു വാസ്തുവിനും ആ വീടിനെ രക്ഷിക്കാൻ കഴിയില്ല. പരസ്പര സ്നേഹത്തോടെ സംസാരിക്കാത്ത വിദ്വേഷവും അസൂയയും നിറഞ്ഞ മനസ്സുകളോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ എത്ര വലിയ വാസ്തുശാസ്ത്ര പ്രകാരം വാതിൽ വെച്ചാലും ഐശ്വര്യം വരില്ല അല്ലേ. എന്നാൽ പരസ്പര സ്നേഹവും സന്തോഷവും നന്മയുമുള്ള മനസ്സോടെ ജീവിക്കുന്ന ഒരു വീടാണെങ്കിൽ അവിടെ ചെറിയ വാസ്തുദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് വാസ്തുവിലും വീടിൻ്റെ വാതിലിലും ശ്രദ്ധ നൽകുന്നതോടൊപ്പം നമ്മുടെ വീടിനുള്ളിലെ മനുഷ്യരുടെ മനസ്സുകളെയും സ്നേഹം കൊണ്ട് നിറയ്ക്കുക. അവിടെയായിരിക്കും യഥാർത്ഥ ഐശ്വര്യം ഉണ്ടാവുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ ഏത് ദിശയിലാണ്, തീർച്ചയായും എനിക്കൊരു കമൻറ്റിലെ കൂടി പറയണേ എന്നോട്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഇതുപോലുള്ള വീഡിയോയുമായി വരാം.